അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തതിനാണ് കേട്ടോ എല്ലാവരും കാണുവാനായിട്ട്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കൂന്തൽ ഞാനിവിടെ ഒരു 1/2 കിലോനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകി നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത്. ഇതൊന്ന് ചൂടായി വന്നപ്പോൾ തന്നെ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ അല്പം വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീരകമൊക്കെ നല്ലതുപോലെ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിന് ഉള്ളി എടുത്തിട്ടുണ്ട്. എനിക്കൊരു കണക്കിനായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് നമുക്ക് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചതച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഉള്ളി ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ അങ്ങോട്ട് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടൊന്നും കളറ് മാറി വരണ്ട. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒരു പകുതി ആയപ്പോൾ തന്നെ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് നീളത്തിൽ കീറിയതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ സവാള ചേർക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ചേർത്ത് കഴിഞ്ഞാൽ മധുരിക്കണോണ്ടിട്ടാണ് സവാള ചേർക്കാത്തത്. ഉള്ളി ആവുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണല്ലോ. പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതൽ ഉള്ളിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളി എടുത്തത് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വഴറ്റി കൊടുക്കുന്നത്. നല്ല തീയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടിയൊക്കെ ഒരുപാട് സൈഡിൽ നിന്നൊക്കെ പുക വരും. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഞാൻ ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ ഇതിലേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ രീതിയിൽ ഉണ്ടാക്കുന്നതും ഇതും നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒരുവിധം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ഞാൻ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ പാകത്തിന് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടിയിട്ട് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒരുപാടൊന്നും വഴണ്ട് പോകണ്ട. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ലതുപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി കൂന്തളിൽ വെള്ളം ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മസാലകളും കൂന്തളിൻ്റെ ആ ഒരു എല്ലാം കൂടെ നല്ലതുപോലെ ഇങ്ങനെ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി കൂന്തളിൽ വെള്ളം ഉള്ളതുകൊണ്ടിട്ട് ഇതേപോലെ ഡ്രൈ ആയിട്ടില്ല. ഒരുവിധം എന്താ പറയുക ഒരുവിധം റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ അതേപോലെ തന്നെ ഒന്ന് നല്ലതുപോലെ മസാലകളൊക്കെ എല്ലാ കൂന്തളിലും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഞാൻ
ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടോ. അപ്പോൾ ഇനി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില നല്ലതാണല്ലോ, ഫ്ലേവറിന് നല്ലതാണല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനി ഞാൻ അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ എന്താണ് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടി വരില്ല. കാരണം മുളക് പൊടിയും ചതച്ച മുളകും കൂടെ ഇട്ടിട്ട് മാത്രമാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയും